അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ എൻവിയുടെ ഒരു ബാറ്ററി ചാർജറും പ്ലസ് നമ്മളൊരു 4 AAA ബാറ്ററിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വെച്ചാൽ നമുക്കറിയാം, നമുക്ക് ഈ റീചാർജബിൾ ബാറ്ററി നമുക്ക് ഇപ്പോൾ ബാറ്ററി ആണെങ്കിൽ നമ്മൾ AA ആണെങ്കിൽ AAA ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അത്യാവശ്യം വരുന്ന ഒരു സാധനമാണ്. വെച്ചാൽ എല്ലാത്തിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ, പ്രത്യേകിച്ച് ചില ക്യാമറാസിലും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ എൻവി എന്ന് പറയുന്നത് നമ്മൾ ഡിജിടെക് ഇല്ലേ, ഡിജിടെക്കിൻ്റെ ക്യാമറ സീരീസ് ഇറക്കുന്ന നമ്മുടെ ലൈറ്റ്, അതുപോലെ സ്റ്റാൻഡ്, ട്രൈപോഡൊക്കെ ഇറക്കുന്ന ആ ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് എൻവി എന്ന് പറയുന്നത്. 1 year 2 year വാറണ്ടി വരുന്നതാണ്. അപ്പോൾ അതൊരു ചീപ്പായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ശരിക്കും ഇതിൻ്റെ കമ്പാരിസൺ നമുക്കൊരു വേറെ ചോയ്സ് ഉള്ളത് പറഞ്ഞാൽ പാനസോണിക്കിനാണ്. പക്ഷേ പാനസോണിക് നമുക്ക് റേറ്റ് കൂടുതലാണ്, ബാറ്ററിക്ക് തന്നെ നല്ല റേറ്റ് വരുന്നത്. ഇത് നമുക്ക് 4 റീചാർജബിൾ ബാറ്ററി 2800 mAh പ്ലസ് നമുക്ക് ഈ ചാർജർ എന്ന് വെച്ചാൽ ഇത് സ്പീഡ്സ്റ്റർ ചാർജറാണ്. വെച്ചാൽ വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്കിതിൽ ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് റീചാർജ് നമുക്ക് കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, അത് പറയാൻ മറന്നു. പിന്നെ എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തൊരു പോയി കാണാം. എല്ലാത്തിൻ്റെയും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 3 വീഡിയോ ഉണ്ട്. ക്യൂബ് UPS, പ്രൊഡക്ട്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ്, അതുപോലെ 10 റൂട്ട് ഇട്ട്. അപ്പോൾ 3 കാണാൻ മറക്കണ്ട. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ജസ്റ്റ് സിമ്പിൾ റൂൾസ് ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ എൻവി ബാറ്ററി ചാർജറിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് നമുക്ക് എൻവിയുടെ സ്പീഡ്സ്റ്റർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിൻ്റെ ബേസിക് മോഡലുണ്ട്. ഇത് സ്പീഡ്സ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് വേറെ ഫീച്ചർ വരുന്നതാണ്. LCD വിത്ത് ഓട്ടോ കട്ട് ഓഫ് ഫീച്ചറൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ ഇത് ഫീച്ചറൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഈ മോഡൽ വാങ്ങിച്ചാൽ മതിട്ടാണ്. ഇത് നമുക്ക് AAA ബാറ്ററിയും ചെയ്യാം, AA ബാറ്ററിയും ചെയ്യാം. അപ്പോൾ ഇത് ബണ്ടിലായിട്ട് വരുന്നതാണ്. 4 AA ബാറ്ററിയും പിന്നെ നമ്മുടെ ഈ സ്പീഡ്സ്റ്റർ ECR11 എന്നൊരു മോഡലും കൂടിയിട്ട് വരുന്നതാണ്. 1941 അങ്ങനെ റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എൻവിനെ ഇതിൻ്റെ സ്പീഡ്സ്റ്ററിന് ഇതിൽ നിങ്ങൾക്ക് എൻവിയുടെ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എൻവി നമ്മുടെ ഡിജിറ്റൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ലൈറ്റ് ഉണ്ടാക്കുന്ന ക്യാമറ അക്സസറീസ് ഒക്കെ ഉണ്ടാക്കുന്ന ബ്രാൻഡ് അവരുടെയാണ്. എൻവി സ്പീഡ്സ്റ്ററിന് ഇതിലുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ബാറ്ററി ചാർജർ. ഇത് എൻവി സ്പീഡ്സ്റ്ററിന് ഇതിട്ടുണ്ട് ECR11. പിന്നെ നമുക്കൊരു ചെറിയ LCD ഡിസ്പ്ലേ ഉണ്ട്. 4 ബാറ്ററി നമുക്ക് 2800 mAh ബാറ്ററി അടക്കം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു ഓഫറാണ് അത്. എന്ന് വെച്ചാൽ നമുക്ക് പാനസോണിക്കിൻ്റെ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചാർജർ തന്നെ ഒരു 1000 റേഞ്ച് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻവിയുടെ ബ്രാഞ്ചിലേക്കും പോയത്. പിന്നെ നമ്മൾ ഡിജിടെക്കിൻ്റെ കുറേ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് പോയതാണ്. പിന്നെ ഇത് നമുക്ക് ഇവിടെ ഇതിലുണ്ട് 1 to 4 AA or AAA റീചാർജബിൾ ബാറ്ററീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കാം. നമുക്കിത് ബാറ്ററി വെച്ച് നോക്കി നോക്കാം. പിന്നെ നമുക്ക് സിംഗിൾ ബാറ്ററി വെച്ച് ചാർജ് ചെയ്ത് നോക്കി നോക്കാം. പിന്നെ നമുക്ക് നോർമൽ ബാറ്ററി വെച്ച് എന്താ കാണിക്കുന്നത് എന്നൊക്കെ നോക്കി നോക്കാം. നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റഡ് ബൈ അവർ തന്നെയാണ്. അതിൽ MRP കൊടുത്തിരിക്കുന്നത് 1595 രൂപയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 1100, 1045 അങ്ങനെ റേഞ്ചിലാണ് വരുന്നത്. ബോക്സ് ഞാൻ എന്തായാലും ഇപ്പോൾ സീലൊന്നും ഉണ്ടാകുന്നില്ല, ഒരു സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ കേബിൾ ഇങ്ങനെയാണ് വരണേ കേട്ടോ. ലെങ്ത് 1 മീറ്ററിൻ്റെ താഴെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ടുണ്ട്. ദിസ് ചാർജർ ക്യാൻ ചാർജ് 1 to 4 പീസ് AAA or AA നിക്കൽ മാഗ്നീഷ്യം നിക്കൽ CD റീചാർജബിൾ ബാറ്ററീസ് ആണ്. LCD ബാറ്ററി ഡിസ്പ്ലേ ഉണ്ട്. ചാർജിങ് ബൈ IC കൺട്രോൾ വിത്ത് V ഇൻ്റലിജൻറ്റ് കട്ട് ഓഫ് റാപ്പിഡ് ചാർജിങ് ഫംഗ്ഷൻ, ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ടു ട്രിക്കിൾ ചാർജിങ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സുകളുണ്ട് കേട്ടോ. പിന്നെ LCD വിൽ ബി ഓൺ ആൻഡ് ഷോ ഇറ്റ്സ് ബാക്ക്ഗ്രൗണ്ട് കളർ ഫോർ 2 seconds ആഫ്റ്റർ കണക്റ്റഡ് വിത്ത് ദ പവർ സോഴ്സ് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ദർ ഇസ് എ ലെറ്റർ CHG ഷോയിങ് ഓൺ ദ LCD ആഫ്റ്റർ ദ ബാറ്ററി ലോഡ് എന്ന് കാണിക്കുന്നുണ്ട്. വേർഡ് എറർ വിച്ച് മീൻസ് ഡിഫക്റ്റീവ് ഓർ നോൺ റീചാർജബിൾ ബാറ്ററീസ് ആണ് കാണിക്കുക. പിന്നെ കോൺസ്റ്റൻറ്റ് കറണ്ട് ചാർജിങ് ക്യാൻ കീപ് ലോങ് ബാറ്ററി ലൈഫ് ആൻഡ് ഇൻസ്റ്റൻറ്റ് സേഫ്റ്റി യൂസേജ് എന്ന് പറയുന്നുണ്ട്. ഓവർ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷനും ഉണ്ട്. അതുപോലെ ബാറ്ററി ആൻഡ് ചാർജർ ടെമ്പറേച്ചർ ഇസ് ടു ഹൈ ഇറ്റ് വിൽ ഓട്ടോ കട്ട് ഓഫ് ചാർജിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ അത് ഓട്ടോ കട്ട് ഓഫ് ആയിരിക്കുന്നില്ല. ഓട്ടോ എൻഡിറ്റി ഫംഗ്ഷനും ഉണ്ട്. പിന്നെ ഇൻഡിക്കേറ്റ് നോൺ റീചാർജബിൾ ബാറ്ററി ആണോ, ഷോർട്ട് സർക്യൂട്ട് ബാറ്ററി ആണോ, ഡിഫക്റ്റീവ് ബാറ്ററി ആണോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഇതുണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, അവോയ്ഡ് ദ ബാറ്ററി പോളാരിറ്റി, നമുക്ക് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ റീചാർജ് ആവില്ല കേട്ടോ. പിന്നെ കുറച്ച് കോഷൻ എഴുതിയിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം എന്തായാലും. ദിസ് ചാർജ് ക്യാൻ ഓൺലി ചാർജ് നിക്കൽ മാഗ്നറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഇംപ്രോപ്പർ ഓപ്പറേഷൻ മേ കോസ് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദിസ് ചാർജർ ഷുഡ് ബി പ്ലേസ്ഡ് ബിയോണ്ട് ചിൽഡ്രൻസ് റീച്ച്, അതൊക്കെ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ യൂസ് ഇറ്റ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ 0 degree to 40 degree ആണ്. ഇൻഡോർ യൂസ് ഓൺലിയാണ് കേട്ടോ. നമുക്ക് പാക്കേജ് ഇവിടെ തന്നിട്ടുണ്ട്. മോർ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഫ്രം IMS റെഡി ടു റീചാർജബിൾ ബാറ്ററീസ് അവരെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇവർക്ക് കുറേ മോഡൽ ബാറ്ററികൾ ഉണ്ട്. 2000 mAh ബാറ്ററി എന്ന് വെച്ചാൽ ഹൈ എൻഡ് മോഡലാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത്. 1000 mAh ബാറ്ററി വരെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജറും ബാറ്ററിയും. നല്ല ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബാറ്ററി, നിക്കൽ മാഗ്നീഷ്യം ബാറ്ററിയാണ്. നമുക്ക് എന്തായാലും കണക്ട് ചെയ്ത് നോക്കാം.
കേബിൾ ലെങ്ത്ത് വലിയ ലെങ്ത്ത് എന്ന് പറയാമല്ലേ, കണ്ടു 1 മീറ്ററിൻ്റെ ഒരു ജസ്റ്റ് താഴെ വേണമെങ്കിൽ 1.6 1.7 മീറ്ററൊക്കെ ഉണ്ടാവും വേണമെങ്കിൽ. പിന്നെ നമുക്കിത് പ്ലഗിൽ കുത്തുന്ന ടൈപ്പ് പോലെ അല്ല, നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്ന ടൈപ്പ്. എനിക്ക് അങ്ങനത്തെ ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് പ്ലഗിൽ കുത്തി വയ്ക്കുന്ന ടൈപ്പ് എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല. നമ്മൾ ചാർജിങ് കുത്തിയിട്ടുണ്ട്. അപ്പോൾ CHG കാണിച്ചു എന്ന് വെച്ചാൽ ബാറ്ററി കറക്റ്റ് ഫോമിലാണ് ചാർജിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറേ പേർക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് സിംഗിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും, ഡബിൾ അങ്ങനെ എല്ലാം വെച്ച് ചാർജ് ചെയ്യണമെന്ന്. അത് നമുക്ക് അങ്ങനെ പാനസോണിക്കിന് ഉണ്ട്. പാനസോണിക്കിൻ്റെ ബേസിക് വേരിയൻറ്റിലൊന്നും അങ്ങനെ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കി നോക്കാം. എന്തായാലും നമുക്ക് തൽക്കാലം ഇതിൽ നിന്ന് 2-3 ബാറ്ററി എടുക്കാം. ഞാനൊരു ബാറ്ററി എടുത്തു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ചാർജ് ആവുന്നുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്തു, അപ്പോൾ ഒരെണ്ണം കട്ട് ഓഫായി, ബാക്കിയെല്ലാം ചാർജിങ് തുടങ്ങി. ഇനി നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് എന്തായാലും ഒരു നോർമൽ ആൽക്കലൈൻ ബാറ്ററിയാണിത്, ഫിലിപ്സിൻ്റെ. അപ്പോൾ ഫിലിപ്സിൻ്റെ ഇട്ടോ കണ്ടിട്ട് ചെക്ക് ചെയ്യാൻ നോക്കാമല്ലോ. ഞാൻ ഫിലിപ്സിൻ്റെ ഇട്ടു, പക്ഷേ അത് ചാർജ് ആവുന്നില്ല കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് എല്ലാം എടുത്ത് നോക്കാം. നമ്മളിത് ഇട്ടിട്ടുണ്ട്, പക്ഷേ CHG എറർ കാണിക്കുന്നില്ല, പക്ഷേ ചാർജ് ആവുന്നില്ല. നോർമലി അത് ഡിറ്റക്റ്റ് ചെയ്യേണ്ടതാണ്. ഒന്നുകൂടി ഇട്ട് നോക്കാം. CHG ചാർജിങ് എന്നാണ് കാണിക്കുന്നത്, പക്ഷേ ചാർജ് ആവുന്നില്ല സംഭവം. ഇനി നമുക്ക് എന്തായാലും ഒരു റീചാർജബിൾ AAA ബാറ്ററി ഇട്ട് നോക്കാം. ചാർജ് ആവുന്നുണ്ട്. നമ്മൾ വേറെ ബ്രാൻഡ് ഇട്ടേക്കുന്നത്, അത് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ സംഭവം നല്ല വർക്കിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റീചാർജബിൾ ബാറ്ററി കോംബോ അല്ലെങ്കിൽ റീചാർജബിൾ ബാറ്ററി പ്ലസ് ഒരു ചാർജറും കൂടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാമറ അക്സസറീസിനും അങ്ങനെ കുറേ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാമല്ലോ. നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് നമുക്ക് റീചാർജബിൾ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി കൂടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി കഴിഞ്ഞിട്ട് കളയുന്നില്ലല്ലോ, റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ മിനിമം 5 years 6 year ഒക്കെ ബാക്കപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേസ്റ്റേജും കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ എൻവിറോൺമെൻറ്റ് നല്ലതാണ്. അപ്പോൾ റീചാർജിങ് ബാറ്ററി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ എൻവിറോൺമെൻറ്റും കാര്യങ്ങളും. നമുക്കതിന് നല്ലത് നമുക്ക് ശരിക്കും നമുക്ക് എന്താ പറയുക, മണിയും സേവ് ചെയ്യാം ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ക്വാളിറ്റി വരുന്ന സാധനം തന്നെയുണ്ട് ENVIE. നിങ്ങൾക്ക് എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് മുമ്പ് നമ്മുടെ ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഗീവ് വീഡിയോ കാണാനും പങ്കെടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.